ഹലോ ഗായ്സ്, ഞങ്ങൾ ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. നമ്മളത് കാണിച്ചു തരും കേട്ടോ. അങ്ങനെ നമ്മൾ പഴുത്ത പഴമാണ്, 4 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കി ഈണ്ടെടുക്കാം. അങ്ങനെ നമ്മൾ 4 പഴം ഈണ്ട് വെച്ചിട്ടുണ്ട്. അത് കനം കുറച്ചിട്ടാണ് ഈളേണ്ടത്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയണം, അധികം പഴുക്കാൻ പാടില്ല, എന്നാലും പഴുക്കും വേണം. ഇനി നമുക്ക് മൈദയാണ് ആവശ്യമുള്ളത്. അതിന് ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് മൈദ ഇടുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ ആ ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ലേശം അരിപ്പൊടി, ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് ഇടണില്ല, ആവശ്യത്തിന് അരിപ്പൊടിയാണ്. ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര. അത് നമുക്ക് പഴയ മധുരം ഉണ്ടാവുള്ളൂ, പക്ഷേ നമ്മളെ മാവ് മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് പഞ്ചസാര യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മാവ് ഒരു ചെറിയൊരു മധുരം വേണമല്ലോ, പഴമല്ലേ നമുക്ക് മധുരം കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര യൂസ് ചെയ്തത്. അതുപോലെ നമുക്ക് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടാറ്, കളറെല്ലാം ഞാൻ ചേർക്കാറ്. അത് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഒരു കോഴിമുട്ട, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പൊള്ളച്ച് വരാൻ, നല്ല പൊന്തുമല്ലോ, പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കണത്. ഞാൻ കോഴിമുട്ട ചേർക്കാറുണ്ട് കഴിക്കാൻ പറ്റുന്ന ടൈമിൽ. എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് പെലെ അല്ലെങ്കിൽ നോൽമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ ഇത് ചെയ്യാറില്ല. എല്ലാത്ത ടൈമിൽ ഞാനൊരു കോഴിമുട്ട ചെയ്യാറുണ്ട്. അത് ഇട്ട് മാവൊക്കെ കൂട്ടി വന്ന് അതിലോട്ട് മുക്കിയിട്ട് അതിലിടും, വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലത് പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പസോഡൊന്നും ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഉപ്പ് ഞാൻ ലേശം ഇട്ടിട്ടുള്ളൂ, ലേശം ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് മാവ് കുഴക്കട്ടെ. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അധികം തിക്കും പാടില്ല, അധികം വെള്ളം പാടില്ല. കണ്ടില്ലേ, അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളി വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കട്ടെ.
അപ്പൊ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.